ഇന്നലെ ഞാൻ പറിക്കാൻ പറഞ്ഞതാണ്. ഇപ്പൊ പല്ല് പൊക്കി കാണിക്കില്ല. അപ്പൊ ഇന്നലെ മഴ പെയ്ത അവിടേക്ക് മഴ പെയ്ത് ചോദിച്ചാൻ്റെ അവിടേക്ക് മഴ പെയ്തിട്ടില്ലേ? ഒന്നിനും കാറ്റ് ഒഴുകി വേണം ചാടി പോയോളൂ. അടപ്പായിരുന്നോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുപാട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നരുളി ചെയ്ത ഈശോ, അങ്ങയുടെ ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന ഈ കുട്ടിയെ പ്രസാദപരാവസ്ഥയിൽ എന്നും സംരക്ഷിച്ചു കൊള്ളണമേ. ഈ കുട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് മാർഗദീപമാകണമേ. വഴിയും സത്യവും ജീവനും പ്രകാശവുമായ മിശിഹായെ, അങ്ങയെ ആദ്യമായി സ്വീകരിക്കുവാൻ പോകുന്ന ഈ കുട്ടിയെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കുകയും മറ്റുള്ളവർക്ക് മാർഗദീപമാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. കർത്താവ് ദയാലുവും ദാക്ഷിണ്യവാനുമാകുന്നു. അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. കർത്താവ് ദയാലുവും ദാക്ഷിണ്യവാനുമാകുന്നു. അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. ശത്രുക്കൾക്കെതിരായി നമ്മെ ശക്തരാക്കുവാൻ സ്വർഗീയ വിരുന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നു. കർത്താവ് ദയാലുവും ദാക്ഷിണ്യവാനുമാകുന്നു. ആഹാരം നൽകുന്നു. എല്ലാ കണ്ണുകളും അങ്ങയെ നോക്കുന്നു. യഥാസമയത്ത് അങ്ങ് അവർക്ക് ഭക്ഷണം നൽകുന്നു. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർ സന്തോഷം കൊണ്ട് സംബോധിതരാക്കട്ടെ. കർത്താവ് അവിടുന്ന് ഭക്തർക്ക് ആഹാരം നൽകുന്നു. മാലാഖമാരുടെ അപ്പം അങ്ങ് ജനങ്ങൾക്ക് നൽകി സ്വർഗീയ ഭക്ഷണം അവർക്ക് കൊടുത്തു. കർത്താവ് ദയാലുവും ദക്ഷിണവാനുമാകുന്നു. അവിടുന്ന് എന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു.
നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരണമടഞ്ഞു. എന്നാൽ ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവായ മിശിഹായെ അവിടെ കയറണ്ട. ആ മതി മതി കിട്ടിയിട്ടുണ്ട്. കയറിക്കോ. എന്താ മാർക്കില് കണ്ണടിച്ചാ കഴിഞ്ഞാ? ചോദിച്ചു അല്ലേ വിളിച്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. മതി, ഞങ്ങൾ ഇട്ടത് മതി. ഞാൻ നല്ല കുട്ടിയല്ല, ഇനി നോക്കട്ടെ എന്ന് ചോദിച്ചു. അങ്കിളിനോട് ചോദിച്ചു. ഞങ്ങൾ അല്ല ചുളിവ് വന്നവിടെ തന്നെ നല്ലോണം നടക്കും. അവിടെ ജോയിന്റെ പടം എടുക്കാറുണ്ടോ? അയാളെ കൊണ്ടിട്ടുണ്ടാവില്ല. അത് കരന്നോട്ടെ. ഞാനെന്ത് ചെയ്തേ അങ്ക അതാ പറഞ്ഞു നിന്നോട്. അങ്കുണ്ട വണ്ടിമ പൊക്ക വണ്ടിമ പോണ്ട പോണുണ്ടോ നീ പൊക്ക. ശേഷം അതികുർബാന സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം, സന്തോഷകരമായ ദിവസം. ഞാൻ ഓർക്കുകയാണ് മഹാനായ നെപ്പോളിയൻ ബോണപ്പാർട്ട്
ഫ്രാൻസിന്റെ ചക്രവർത്തിയായിരുന്നു. ലോകം മുഴുവൻ നെപ്പോളിയന്റെ പേര് കേട്ടാൽ ഇടവറക്കി. അതിന് ഫലമായി ലോകത്തിൽ എല്ലാവർക്കും നെപ്പോളിയൻ ബോണപ്പാർട്ടിനോട് അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരും ബന്ധുക്കളൊക്കെ ചോദിച്ചു, ഒരിക്കലും അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ. എന്നാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ആ മനുഷ്യരെ മുമ്പ് വെച്ച് പറയാണ്, ഞാൻ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസമാണ്. യേശുവുമായി സംഭാഷിച്ച, യേശുവുമായി പങ്കുവെച്ച, യേശുവിനെ അനുഭവിച്ച ആ 15 നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമെന്ന് മഹാനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് ചക്രവർത്തി പറയുന്ന ദിവസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ അതിനു വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷകരമായ ദിവസമായി തീരുന്നതിന് കാരണം എന്താണെന്നറിയോ? പാപത്തിന്റെ കരസ്പർശം കൂടാതെ കാഴ്ച കേട്ടതുപോലെ ഒരു അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു, ഭക്ഷണമായിട്ട്, നിത്യജീവനായിട്ട്. അപ്പോ വെറുതെ നമ്മുടെ ഹൃദയത്തിൽ വന്നു പോകാനല്ല യേശു ആഗ്രഹിക്കുന്നത്. അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അവിടുത്തെ പീഡാനുഭവത്തിന്റെ ഓർമ്മ നിലനിർത്താനായിട്ട് സ്മാരകമായിട്ടാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പൊ അവിടുത്തെ പീഡാനുഭവത്തിന്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. നമ്മൾ വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ പീഡാസഹനത്തെ ഓർക്കുന്നു. സ്മാരകങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യൻ എന്തൊരു വെപ്രാളം കൊടുക്കണേ. നമുക്കറിയാം, താജ്മഹൽ, മഹാനായ ഷാജഹാൻ ചക്രവർത്തി താജ്മഹലിന്റെ ഭാര്യയായ മുംതസിന് വേണ്ടി പണിതീർത്തത് ഇന്ന് ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായി തീർന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു. യേശു തന്റെ ജീവിതത്തിൽ തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സ്മാരകമായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. താജ്മഹലും മറ്റു
നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞുപോയ എല്ലാവരെയും വേണ്ടിയും അങ്ങനെ സ്റ്റാർട്ട് ഫസ്റ്റ് Oh
പ്രഖ്യാപിക്കുന്നു. ആദ്യ കുർബാനസ്വരം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാതാവിൻ്റെ ഒത്തിരി സമയം ചേർക്കുന്ന പുണ്യ സമയമാണിത്. അവരെ പ്രോത്സാഹിപ്പിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ നിങ്ങളെ തന്നെ മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാകുക. എല്ലാ ദിവസവും മാതാവിൻ്റെ സ്നേഹത്തിന് അടയാളമായ ജപമാല ചൊല്ലാനായിട്ട് മറക്കരുത്. യേശുവിൻ്റെ തിരുവചനം എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിക്കാനായി ലോകരക്ഷകനായ മിശിഹായെ, അങ്ങയോടും അങ്ങേ മാതാവായ കർമ്മലനാദിയുള്ള സ്നേഹം ഞങ്ങളിൽ വർത്തമാനമാക്കുവാൻ വേണ്ടി ഞങ്ങൾ ധരിക്കാൻ പോകുന്ന ഈ ഉത്തരീയങ്ങൾ ആശീർവദിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അങ്ങയുടെ പ്രസാദപരത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർമ്മലനാഥയുടെ പ്രത്യേക സംരക്ഷണത്തിന് അടയാളമായി ഉത്തരീയം ഭക്തിപൂർവ്വം ധരിക്കുവാനും ജീവിതവിശുദ്ധിയിൽ നിലനിൽക്കുവാനും ദൈവമാതാവ് നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരുന്ന അധ്യായം ചോദിച്ച ഉത്തരീയ സഭയുടെ അംഗങ്ങളായി നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. സർവശക്തനായ കർമ്മലനാഥയുടെ സംരക്ഷണവും നിങ്ങളെ നേർവഴിക്ക് നയിക്കട്ടെ. ഈ ഉത്തരീയം നിരന്തരം ധരിക്കുകയും വിശുദ്ധമായി ജീവിക്കുകയും ചെയ്യുവിൻ. വരിയായിട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നു. വരിയായിട്ട് പോ, മുന്നിൽ നിന്ന് വരിയായിട്ട് പോ. കുഞ്ഞുങ്ങളെ കടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകരുത്.
എല്ലാരും ഇങ്ങോട്ട് കിടക്കട്ടാ. അങ്ങയുടെ ഉദരത്തിൻപരമായ ശാന്തിയിലേക്ക് ജീവിതകാലം മുഴുവനിലും സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, അറിയത്തിന്റെ വിമല ഹൃദയമേ, മറിയമേ, കാരുണ്യവനായ ദൈവമേ, ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഈ രാത്രിയിലെ ഞങ്ങളോടൊപ്പം ഓരോ നിമിഷവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ഹൃദയത്തിലും വിശുദ്ധമറിയത്തിന്റെ സംരക്ഷണയിലും ഞങ്ങൾ ചെയ്യട്ടെ. അങ്ങേ വ്യക്തിമാലാകമാർ ഞങ്ങളെ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആദ്യത്തെ സൈഡിൽ മുന്നിൽ നിൽക്കട്ടെ. ആ വെച്ചെടുത്തോ, രണ്ടുപേരും കൂടി വെച്ചെടുത്തോ. അതിലെ തമ്മോനെ ഇങ്ങോട്ട് നീക്കണം. ഓക്കെ. നിൽക്കല്ലേ അങ്ങോട്ട് തിരിഞ്ഞ അങ്ങനെ ഒന്ന് കൊടുക്കും.
താഴെ പോവും. അയമ്പല അയമ്പല ആ നിക്ക് ലേ അങ്ങോട്ട് നോക്കേ. അങ്ങനെ പിടിച്ച് നിക്ക്. ഓക്കെ എല്ലാവരും കൊടുക്ക്. അവർക്ക് കൊടുക്ക്, എല്ലാവർക്കും കൊടുക്ക്. പറഞ്ഞ വണ്ടിയുടെ അവിടെ നിന്നോളൂ നടന്നിട്ട് എന്നിട്ട് ഇവിടെ പറയാം മുകളില് ലീവനെ കാണുമ്പോ അമ്മേനെ കാണാണ്ടാവും ചിലപ്പോ. നിക്ക് 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 ഇങ്ങോട്ട് നോക്കി അടുക്കള ഭരണം. അങ്ങനെ സൈഡിൽ തീറ്റ് കൊടുക്കാം. അപ്പൻ്റെ അതെ ആ
ആർക്കൊക്കെ യൂണിഫോം ഇല്ലാത്ത മാനേജർക്ക് യൂണിഫോം വേണ്ട. എത്ര പ്ലേറ്റ് എത്ര ഇതെടുത്ത എന്ത് കരാറ് തന്നാരാ എന്നല്ല ആളായില്ലടാ പോലെ ആ കടന്നിരിക്കുമ്പോൾ മൂന്നാലുണ്ട്. ലീവ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോട്ടാ നോക്കാം. വന്നേക്കടേ കേട്ട് കിട്ടാൻ നോട്ടാ. അങ്ങോട്ട് നോക്കിയടാ എല്ലാവരും. ഓക്കെ ചേട്ടാ ഞാൻ എല്ലാവരും ഒന്ന് കണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാലോ ഞാൻ എല്ലാവരും ഒന്ന് കണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാലോ